lost me. I forgot I wasn't listening. Forget all familiar things. Sun-soaked shores, lost in the evening breeze. You're all I wanted, all I wanted. ഇത് നമ്മൾ റെസിപ്പി കാണിക്കുന്നില്ല, കാര്യം ഇത് ആസിഫിൻ്റെ സീക്രട്ട് ഓംലെറ്റ് ആണ്. മതിയോ? ദ ഓംലെറ്റ് മേക്കർ എൻ്റെ പുതിയ ചാനലിന്റെ പേര്. ദ ഓംലെറ്റ് മേക്കറിയാ. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വീണ്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അവക്കാഡോ എഗ് ഗ്രില്ലാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പഴുത്തല്ല, എന്നാലും ഒരു മീഡിയം പഴുത്ത ഒരു അവക്കാഡോ എടുക്കുന്നുണ്ട്. അത് ഞാൻ നടുക്കുന്ന് കട്ട് ചെയ്യുവാണ്. അല്ല, വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇതിൻ്റെ അകത്തേക്ക്, ഈ ഹോളിൻ്റെ അകത്തേക്ക് മുട്ട ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ അവക്കാഡോ കട്ട് ചെയ്യുമ്പോൾ അവക്കാഡോ കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് ഇരിക്കും. ഇനി നമുക്കൊരു മുട്ട ഒഴിക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു സ്പൂൺ എടുത്ത് അതിന് വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ സൈഡിൽ നിന്ന് നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം. സ്കൂപ്പ് ചെയ്ത് നമുക്കിത് വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. കാര്യം അത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അത് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മുട്ട ഒഴിക്കാം കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ മൊത്തം സ്കൂപ്പ് ചെയ്ത് എടുക്കുന്നില്ലേ, കാര്യം നമുക്ക് അവക്കാഡോയുടെ ഫ്ലേവർ വേണമല്ലോ. ഒരെണ്ണം ഞാൻ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ രണ്ടാമത്തെയും എടുക്കുവാണ്. ഇതുപോലെ നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കും കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ഇനി മുട്ട ആഡ് ചെയ്യാൻ പോവാം കേട്ടോ. മുട്ടയുടെ മഞ്ഞ ബ്രേക്ക് ചെയ്യാതെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട അവക്കാഡോയ്ക്കകത്ത് ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്ത് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കുറച്ച് മോട്ടഡല്ലയും കുറച്ച് ക്യാപ്സിക്കവും തക്കാളിയും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഫില്ലിങ് താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് അത് ചെയ്യണമെന്നില്ല. ഇതൊക്കെ ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സോൾട്ട് ഇട്ടു, പെപ്പർ, ഒരു ഇറ്റാലിയൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡ്രൈഡ് ഹെർബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ദിസ് ഈസ് ഗോയിങ് സ്ട്രേറ്റ് ടു ദ ഗ്രിൽ. എഗ്ഗ് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബോക്സ് വെച്ച് അടച്ചു വെക്കുവാണേ. ക്യാമറ കാണുന്നോണ്ട് പറയുന്നല്ലേ, ചെറിയ സ്വഭാവം കാണിക്കലല്ലേ. ഇതെന്തോ സാധാ മുട്ട പുഴുങ്ങി വെച്ചേക്കുന്ന പോലെ. അങ്ങനെ അല്ല, എനിക്ക് പണി തരാനായിട്ട് അനീഷ് എറിഞ്ഞ ബോൾ അതാ. എല്ലാവർക്കും സന്തോഷമായല്ലോ. ഹെസയുടെ ബോൾ ഇതാ മാനത്തിരിക്കുന്നു.
കുപ്പി പോയ മേളില് കുപ്പിയുടെ എവിടെ കുപ്പി കുപ്പി അവിടെ സ്റ്റക്കായി. കണ്ടോ? അപ്പോൾ നമ്മുടെ അവക്കാഡോയും എഗ്ഗും തക്കാളിയും ബെൽ പെപ്പേഴ്സും പാഴ്സ്ലിയും മോട്ടഡെല്ലയൊക്കെ ഇട്ട് അവക്കാഡോ എഗ് ഗ്രില്ലാണ്. ഇത് നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന. അപ്പോൾ ഇതിൻ്റെ ആകെപ്പാടുള്ളൊരു നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ബാർബിക്യൂ അല്ലെങ്കിൽ ക്യാമ്പിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴുകി വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കഴുകി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൈറ്റിലെത്തുമ്പോൾ കുറച്ചും കൂടെ എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന ആൾക്കാർ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലേക്ക് പിക്ചേഴ്സ് അയച്ചു തരാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഐ വിൽ റിപ്ലൈ ടു ഇറ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.